everyone, welcome back to our class. So, we will MS University MBA second sem subject paper Financial Management in the subject chapter 1 that's unit 1 Introduction, Nature and Scope of Financial Management in the chapter. Okay. So, we will this chapter this chapter okay. So, financial management? What do you mean by financial management? Financial management it is concerned with the acquisition and the use of the fund by business firm. We business fund manage business discuss matter financial management okay questions financial management how large should be the firm and how fast should be the grow okay firm composition of firm asset okay then mix of firms financing analyze planning and controlling is financial affairs okay financial management scope topic okay next meaning and definition of financial management okay financial management it refers the planning, acquiring, utilizing and controlling of financial resources or activities okay എന്താണ് പറയുന്നത് ഈ ഒരു financial management financial management planning അതേപോലെ നമ്മൾ എത്രത്തോളം ഫണ്ട് അക്വയർ ചെയ്യുന്നു അതെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു ഇന്ന കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓക്കേ അക്കോർഡിംഗ് ടു ആർസി ഓസ്ബോൺ പറയുന്നുണ്ട് ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫണ്ട് ബൈ എ ബിസിനസ് ഓക്കേ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത് ഓക്കേ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ 3 ടൈപ്പ് ഗോളുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാക്സിമൈസിംഗ് ഏർണിംഗ് പെർ ഷെയർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ ഓക്കെ So first one ആണ് നമുക്ക് നോക്കാം profit maximization. എന്താ profit maximization എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം നമ്മളൊരു ബിസിനസിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ സോ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ അപ്രോച്ച് ബൈ വിച്ച് പ്രോഫിറ്റ് ഏർണിംഗ് പെർ ഷെയർ ഈസ് ഇൻക്രീസ്ഡ് ഓക്കെ അഥവാ എന്താണ് നോക്കുന്നത് നമ്മൾ ഒപ്റ്റിമം ലെവലിൽ എത്രത്തോളം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതിനാണ് എന്ത് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എ ട്രഡീഷണൽ അപ്രോച്ച് ഇത് എന്താണ് ഒരു ട്രഡീഷണൽ അപ്രോച്ചും കൂടെയാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയാനുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓക്കെ അഡ്വാൻറ്റേജസിൽ വരുന്നതാണ് കുറച്ച് പോയിന്റ്സ് ഉണ്ട് എക്കണോമിക് സർവൈവൽ മെഷർമെന്റ് സ്റ്റാൻഡേർഡ് സോഷ്യൽ വെൽഫെയർ ആൻഡ് എക്കണോമിക് വെൽഫെയർ ആണ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ എന്താണ് അതായത് എന്താണ് ഇറ്റ് ഈസ് ഹാസിനസ് ദ കൺസെപ്റ്റ് ഓഫ് റിസ്ക് പിന്നെ ടൈം വാല്യൂ ഓഫ് മണിയെ എന്ത് ചെയ്തിട്ടുണ്ട് ഇഗ്നോർ ചെയ്യുന്ന ഒന്നാണ് റിസ്ക് ഇഗ്നോർ ചെയ്യുന്നത് ആൾസോ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ വരുന്നത് നെക്സ്റ്റ് വൺ ആണ് നമുക്ക് പറയാനുള്ളത് ദാറ്റ് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ ഓക്കെ എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് that is wealth maximization എന്ന് പറഞ്ഞാൽ maximizing the wealth of the shareholders in terms of the value of the share and value of the firm value of share ഉം value of firm ലും വെച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ വെൽത്ത് മാക്സിമൈസേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളാണ് ഏതൊക്കെ ടൈം വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ എന്താണ് റിസ്ക് ഓർ അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് ഓർ ദ എഫക്ട്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഓക്കെ സോ ഇത്ര കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് വെൽത്ത് മാക്സിമൈസേഷനിൽ വരുന്നത് ഓക്കെ ഇനി എന്തൊക്കെയാണ് വെൽത്ത് മാക്സിമൈസേഷന്റെ സ്റ്റെപ്സുകൾ അഥവാ ഒബ്ജക്റ്റീവ്സുകൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ആണ് ഇൻക്രീസ് ദ പ്രോഫിറ്റ് റിഡക്ഷൻ കോസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് minimize the risk, long run value and also the good track record of dividend payment. Okay, ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് വെൽത്ത് മാക്സിമൈസേഷന്റെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് അത് നോക്കാം.
പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇറ്റ് ഡസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ടൈം വാല്യൂ ഓഫ് മണി എന്ത് ചെയ്തിട്ടുണ്ട്? അത് കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ എന്ത് കൺസിഡർ ചെയ്യും? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. ആൻഡ് ആൾസോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താ പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ദ കൺസിഡറേഷൻ ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചർ ഏർണിങ്സിനെ കുറിച്ചിട്ടുള്ള അൺസർട്ടനിറ്റി ആർക്കില്ല? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നോക്കുന്നില്ല. ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ എന്തുണ്ട്? റിസ്ക് ഫാക്ടർ എന്തുണ്ട്? അത് എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ എഫക്ട് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. ഓക്കെ, അതായത് ഡിവിഡൻഡ് പോളിസിയെ ഒന്നും കൺസിഡർ ചെയ്യാത്ത ഒന്നാണ് എന്ത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ എഫക്ട് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ബട്ട് എന്ത് വരും? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അത് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പ്രോഫിറ്റ്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ 3 ഇതിലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസിഷൻസ്, റിട്ടേൺ, റിസ്ക് ആൻഡ് മാർക്കറ്റ് വാല്യൂ ആൻഡ് സ്കോപ്പ് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, നമുക്കറിയുന്ന കുറച്ച് ഡിസിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഇവിടുത്തെ ഡിസിഷൻസിലെ. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് ലിക്വിഡിറ്റി ഡിസിഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്രോജക്റ്റിനുള്ള ഡിസിഷൻ ആണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മൾ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ അഥവാ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നോ നോക്കുന്ന ആ ഒരു ഡിസിഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻവെന്ററി മാനേജ്മെന്റ്, റിസീവബിൾ മാനേജ്മെന്റ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലോങ് ടേം ഡിസിഷൻ ആണ്. ലോങ് ടേം ഡിസിഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് അഥവാ ലോങ് ടേമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതായത് ഇൻവെസ്റ്റ് ചെയ്യണോ നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ലോങ് ടേം ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേം ഡിസിഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, മോഡേൺ മെത്തേഡും ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നതാണ് പേ ബാക്ക് പീരിയഡ്, ARR അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറയുന്നത്. മോഡേൺ പീരിയഡിൽ വരുന്നതാണ് നമ്മൾ NPV നെറ്റ് പ്രസന്റ് വാല്യൂ, IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ലോങ് ടേം ഡിസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് നമുക്ക് പറയാനുള്ളത് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ടേമിലായിരിക്കണോ ലോങ് ടേമിലായിരിക്കണോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, ഏത് ഫണ്ടാണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓർഡർ ഫണ്ടും എക്സ്റ്റേണൽ ഫണ്ടും ഉണ്ട്. ഓർഡർ ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി അതുപോലെ എന്താണ് പ്രിഫറൻസ് ഷെയർസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതൊക്കെ നമ്മൾ ഓണേഴ്സിന്റെ ഫണ്ടുകളാണ്. അതേപോലെ എക്സ്റ്റേണൽ ഫണ്ടിൽ വരുന്നതാണ് നമ്മളെ ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ എക്സെട്ര. അപ്പൊ ഏത് തരത്തിലുള്ള ഫണ്ട് ഷോർട്ട് ടേം ആണ് ലോങ് ടേം ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ നോക്കുന്നതിനാണ് ഏത് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപനത്തിൽ ഏർണിങ്സ് ആയിട്ട് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്രത്തോളം നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം, ഇത് നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ആയിട്ടുള്ള ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഡിസിഷൻ റിലേറ്റഡ് ടു വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അനദർ ക്രൂഷ്യൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അത് ജസ്റ്റ് പറയുന്നത് ഡിസിഷൻ ഇൻവോൾവിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ ഷോർട്ട് ടേം ഫിനാൻസിങ്ങിന് നമ്മൾ പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യാണ്? ഷോർട്ട് ടേം അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വരുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, റിസീവബിൾസ്, ഇൻവെന്ററി, അതേപോലെ നമ്മളെ അസറ്റുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? നമ്മളെ ഷോർട്ട് ടേം അസറ്റിലും നമുക്ക് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആയിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളതാണ് റിലേഷൻഷിപ്പ് ഓഫ് ഫിനാൻസ് ടു അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്നാണ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റോർ കീപ്പിംഗ് അഥവാ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താ? വാല്യൂ മാക്സിമൈസിംഗും ആണ്. ഓക്കെ, അതുപോലെ ഒരു അക്കൗണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഒരു അക്യുറൽ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് റിപ്പോർട്ട്സുകളൊക്കെ നോക്കുന്നത് അല്ലേ? അത് ഫിനാൻഷ്യൽ മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണേ. പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്?
നമ്മളെ പ്രൈമറിലി ഡീൽ ചെയ്യുന്ന പാസ്റ്റ് ഡാറ്റയാണ് അല്ലേ, നമ്മളെ പാസ്റ്റ് ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, അത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഏത് വരുന്നത്, റിലേഷൻഷിപ്പ് ഓഫ് ഫിനാൻസ് ടു അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ കുറച്ച് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എമർജിംഗ് റോൾ ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജർ ഇൻ ഇന്ത്യ, ഏതൊക്കെയാണ് അവരെ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, വോളറ്റൈൽ ഫിനാൻഷ്യൽ പ്രൈസ്, എക്കണോമിക് അൺസർട്ടനിറ്റി, ടാക്സ് ലോ ചാർജ് ചേഞ്ച്, എത്തിക്കൽ കൺസേൺ ഓവർ ഫിനാൻസിങ് ഡീലിംഗ്, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ മാനേജറിനെ ഫോളോ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് എന്തൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർക്ക് അഫക്റ്റ് ചെയ്യുന്ന ചലഞ്ചസ് നമുക്ക് നോക്കാം. ഒന്ന് എന്തിലാണ് വരുന്ന ചലഞ്ചാ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എങ്ങനെ, റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ പറയുന്ന ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ വരുന്ന ചലഞ്ചാണ്. പിന്നെ നമ്മളൊരു കമ്പനി മെർജ് ചെയ്യുമ്പോഴോ അക്വിസിഷൻ ചെയ്യുമ്പോഴോ റീസ്ട്രക്ചറിങ് ചെയ്യുമ്പോഴോ ഉള്ള ഒരു ചലഞ്ച് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ചലഞ്ച് സംഭവിക്കാം, പെർഫോമൻസ് മാനേജ്മെന്റിൽ സംഭവിക്കാറുണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഇൻവെസ്റ്റർ റിലേഷൻ. ഇത്രയും കാര്യങ്ങളിലാണ് എന്ത് ചെയ്യണേ, ഫിനാൻസ് മാനേജർ എന്ത് ചെയ്യേണ്ടത്, ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഗോൾസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഡിസിഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു, ഒരു മാനേജറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഒരു മാനേജർ നേരിടേണ്ട ചലഞ്ചസ് അഥവാ കീ ചലഞ്ചസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ താങ്ക് യു.